വെച്ച് തുടങ്ങും മുൻപേ സ്പൈനൽ മസ്കുലർ അട്രോഫി ജനിതക രോഗത്തിന്റെ പിടിയിലായിരുന്ന മുഹമ്മദ് ഇവാൻ. ഇവാനെ ഇങ്ങനെ ആരും മറന്നു കാണാൻ വഴിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ ഇവാന്റെ ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച പങ്കുവച്ചിരുന്നു. പക്ഷേ ഇവാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്, മിടുക്കനാണ്. ഈ വർഷം സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കുത്തിവെപ്പ് എല്ലാം എടുത്ത് വളരെ മിടുക്കനായിട്ടാണ് ഇവാൻ സ്കൂളിലേക്ക് എത്തിയത്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. കോഴിക്കോട് പാലേരിയിലെ നൌഫൽ ജാസ്മിൻ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഇവാന്റെ ചികിത്സയ്ക്ക് 18 കോടി രൂപ വേണം. 1.5 മാസത്തിനകം മരുന്ന് നൽകണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. എല്ലാ കുട്ടികളെ പോലെ എനിക്കും നടക്കണം. ഒരു ചെറു ചിരിയോടെ ഇവാൻ ഇത് പറയുമ്പോൾ പണ്ട് ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് നിറയുമായിരുന്നു. എന്നാൽ 3 വർഷത്തിനിപ്പുറം ഇവാൻ പിച്ച വെച്ചു, വേദനയും കരച്ചിലുമില്ലാതെ. ഒരു വയസ്സും 9 മാസവും ഉള്ളപ്പോഴാണ് ഇവാന് സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം സ്ഥിരീകരിക്കുന്നത്. 2 വയസ്സിനുള്ളിൽ കുത്തിവെപ്പെടുക്കണം. വിദേശത്തു നിന്ന് എത്തിക്കേണ്ട ഈ മരുന്നിന്റെ വില 18 കോടി. കോവിഡ് കാലത്ത് ജോലി നഷ്ടമായി നാട്ടിൽ മടങ്ങിയെത്തിയ നൌഫലിനും ഭാര്യ ജാസ്മിനും ഈ തുക ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചാണ് തുക കണ്ടെത്തിയത്. ഇവൻ്റെ ആരോഗ്യരീതിയിൽ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ആദ്യത്തിനേക്കാണോ എത്രയോ എന്തുണ്ട്, ഒരുപാട് ഇമ്പ്രൂവായി വരുവാണ്. അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു ലേറ്റായത് ഈ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി ഒരു മാറ്റം, നല്ല മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിൽ ചേർക്കാൻ പറ്റിയതിന് വളരെ സന്തോഷം. അതുപോലെ ഈ കുട്ടികളൊക്കെ അവനെ വരവേൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അങ്ങനെ ആ കുഞ്ഞിന് മരുന്നെത്തി. ഉറച്ച തെറ്റാത്ത ചുവടുകളുമായി ഇവാൻ ജീവിതത്തിലേക്ക് നടന്നു. 3 വർഷത്തിനപ്പുറം ഇവാൻ LKG-കാരനായി. ചികിത്സ ഭാഗികമായി തുടരുന്നുണ്ടെങ്കിലും സ്കൂളിലെത്താൻ ഒരു മടിയുമില്ല. ഒപ്പമിരിക്കുന്ന കൂട്ടുകാർക്ക് വേദനയില്ലാതെ ഒരു ചെറു പുഞ്ചിരി നൽകാൻ ഇന്നവനാകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഖില CP ചേരുന്നുണ്ട് തത്സമയം. അഖില, 3 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ വാർത്ത പങ്കുവെക്കുമ്പോൾ കുറച്ച് വേദനയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. മറ്റു കുട്ടികളെ പോലെ എനിക്കും നടക്കാൻ കഴിയണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു അന്ന് ഇവാൻ പങ്കുവെച്ചത്. പക്ഷേ ഇതാ വർഷങ്ങൾക്ക് ഇപ്പുറം ഇങ്ങെത്തുമ്പോഴാ ഇവാൻ മറ്റു കുട്ടികളെ പോലെ മിടുക്കനായി നടക്കുന്നു, സ്കൂളിലേക്ക് എത്തുന്നു. അവിടെ കുറേ കൂട്ടുകാരെ കയറ്റി അവരുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും മനസ്സ് നിറയ്ക്കുന്നുണ്ട്. കാരണം അന്നുള്ളതിൽ നിന്ന് ഇന്നേക്ക് ഇങ്ങനെ ഇവാൻ എത്തുമ്പോൾ ആ ഒരു ആഗ്രഹം സഫലമാകുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. അദ്ദേഹമായി മനുഷ്യരൊക്കെ എത്രത്തോളം ഉണ്ട്, മനുഷ്യർ തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെയൊക്കെ ആഴം വ്യക്തമാക്കി തരുന്ന ഒരു കഥയാണ് മുഹമ്മദ് ഇവാൻ്റേത്. ഇന്ന് മുഹമ്മദ് ഇവാൻ പിച്ച വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഈ 2022 മുഹമ്മദ് ഇവാന് ഇത്തരത്തിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA എന്ന് പറയുന്ന രോഗം സ്ഥിരീകരിക്കുന്നത്. ആ ജനിതക രോഗത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് 2 വയസ്സിനുള്ളിൽ ഇത്തരത്തിൽ കുത്തിവെപ്പ് എടുത്താൽ മാത്രമേ രോഗത്തിൽ നിന്ന് മുക്തമാവുകയുള്ളൂ. അപ്പോൾ ഈ രോഗം സ്ഥിരീകരിക്കുന്ന സമയത്ത് മുഹമ്മദ് ഇവാന് ഒരു വർഷവും, അതായത് 1 വയസ്സും വെറും 9 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ 2 വയസ്സിലേക്ക് ഏതാനും മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഏതാനും മാസങ്ങൾക്കിടയിലാണ് ഈ നാട്ടിലുള്ളവരും എല്ലാം ഈ ജനകീയ സമിതി രൂപീകരിച്ച് വലിയ രീതിയിൽ വലിയൊരു തുക, അതായത് 18 കോടി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത തുകയാണ്. ആ സമയത്തായിരുന്നെങ്കിൽ കോവിഡ് ആയിരുന്നു. കോവിഡ് സമയത്ത് ഈ ഇവാന്റെ പിതാവ് ജോലി പോയി നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും അത്രയും വലിയൊരു തുക സ്വപ്നം കാണാൻ പോലും പറ്റില്ല. 18 കോടിയാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരുപാട് ആളുകൾ ചേർന്ന് നമ്മുടെ കേരളം ഒന്നാകെ നിന്ന് നേടിയെടുത്ത ഒരു തുകയാണ്. അതിൻ്റെ ബലത്തിലാണ് മുഹമ്മദ് ഇവാൻ ഇന്ന് പിച്ച വെച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് ഇവാൻ അന്ന് 2 വയസ്സ് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നാൾ വലുതായി ഈ കുത്തിവെപ്പൊക്കെ എടുത്ത് ഏകദേശം പിച്ച വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ രോഗത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. ഈ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു, സ്കൂളിലേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നു, കൂട്ടുകാരുമായി ഇടപഴകാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഒരുപാട് കണ്ണ് നിറയിക്കുന്ന ഒരു രംഗം കൂടിയാണ് ഇവാൻ ഇത്തരത്തിൽ സ്കൂളിൽ എത്തുന്നതും കൂട്ടുകാരോട് ഇടപഴകുന്നതൊക്കെ. അപ്പോൾ അതിൽ ഒരുപാട് മനുഷ്യരുടെ പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആള് വലുതായി LKG-കാരനായി. കൂടെ ഈ പറയുന്ന കുട്ടികളോടൊപ്പം ഇനി എല്ലാ പഠനത്തിൻ്റെയൊക്കെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാതിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. എല്ലാതിനെയും അതിജീവിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യരും നമ്മുടെ ചുറ്റിലുള്ളപ്പോൾ എല്ലാം നമ്മൾ അതിജീവിക്കും എന്നുള്ളൊരു കഥയാണ് മുഹമ്മദ് ഇവാൻ. നമ്മൾ ഒരു തവണ വേദനയോടെ പങ്കുവച്ച ഒരു വാർത്ത 3 വർഷങ്ങൾക്കിപ്പുറം അതൊരു സന്തോഷത്തിന്റെ കാഴ്ചയായി മാറുന്നു.